ബംഗാളിൽ നിന്നുള്ള വാർത്തകൾ പേടിപ്പിക്കുന്നതാണ്. കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിലെ റെസിഡന്റ് ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിന്റെ നടുക്കം മാറും മുൻപ് പ്രതിഷേധിക്കുന്നവരും ആക്രമിക്കപ്പെടുകയാണ്. ഇന്നലെ രാത്രി സമാധാനപൂർവ്വം നടന്ന പ്രതിഷേധത്തിലേക്ക് തെമ്മാടിക്കൂട്ടം അതിക്രമിച്ചു കയറി കലാപം അഴിച്ചുവിട്ടു. 5 ദിവസം പോലീസ് നിഷ്ക്രിയമായിരുന്നതിനെ തുടർന്ന് രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഹൈക്കോടതി അന്വേഷണം CBIക്ക് വിട്ടിരുന്നു. പ്രതികളെ സംരക്ഷിക്കാൻ നടക്കുന്ന നീക്കങ്ങളിൽ ബന്ധുക്കളും സഹപ്രവർത്തകരും ചകിതരാണ്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ബംഗാളിൽ നടക്കുന്നതെന്ത്? അക്രമികൾക്ക് പരിരക്ഷയോ? സ്ത്രീകൾക്ക് സുരക്ഷയില്ലേ? മമതയെ വീഴ്ത്താൻ ബംഗ്ലാദേശ് മോഡൽ സമരമോ? ഈ ചർച്ചയിൽ പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് അല്പസമയം പങ്കെടുക്കും. ഒപ്പം കൊൽക്കത്തയിൽ നിന്ന് ഗോപി, മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. വർഷങ്ങളായി കൊൽക്കത്തയിൽ നിന്ന് ബംഗാൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ശ്രീ സുസ്മേഷ് ചന്ദ്രോത്ത് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമാണ്. അദ്ദേഹം കൊൽക്കത്തയിലുണ്ട്. ഒപ്പം ഡോക്ടർ ഉണ്ണിയാർപിള്ള, അദ്ദേഹം KPMGയെ പ്രതിനിധീകരിച്ച്. ഡോക്ടർ മാലു മുരളി ഡോക്ടറാണ്. ഡോക്ടർ സോയ ജോസഫ് കോൺഗ്രസ് നേതാവാണ്, പൊതുപ്രവർത്തകയാണ്. ഇവരും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ചെറിയൊരു ഇടവേളയുണ്ട്, അതിനുശേഷം ചർച്ചയിലേക്കും ചോദ്യങ്ങളിലേക്കും ചർച്ച ആരംഭിക്കുന്നു. ആദ്യം ശ്രീ CV ആനന്ദബോസ്, ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യത്തെയാണ് പശ്ചിമ ബംഗാൾ അഭിമുഖീകരിച്ചത്. സാധാരണ നിലയിൽ ഇങ്ങനെ അതിക്രൂരമായ ഒരു സംഭവം നടന്നാൽ സത്വരമായ നടപടികൾ ഉണ്ടാകും, ആക്ഷൻസ് ഉണ്ടാകും. പക്ഷേ ഇവിടെ 5 ദിവസം പോലീസ് പൂർണ്ണമായും നിഷ്ക്രിയമായിരുന്നു. ഹൈക്കോടതി തന്നെ വലിയ ഞെട്ടൽ പ്രകടിപ്പിച്ചതാണ്. ഇപ്പോൾ രാജ്യം മുഴുവൻ കൊൽക്കത്തയിലേക്ക് നോക്കുകയാണ്. ഇന്ത്യയുടെ മകൾ എന്ന് നമ്മൾ മുമ്പ് നിർഭയ സംഭവത്തിൽ പെൺകുട്ടിയെ വിളിച്ചെങ്കിൽ അതുപോലെ തന്നെയുള്ള ജനരോഷം രാജ്യമാകെ വ്യാപിക്കുകയാണ്. ഗവർണർ എന്നുള്ള നിലയിൽ താങ്കൾ കൊൽക്കത്ത സംഭവത്തിൽ എന്താണ് മനസ്സിലാക്കിയത്? താങ്കൾ എന്ത് ആക്ഷനാണ് എടുത്തിട്ടുള്ളത്? ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ച, മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലച്ച അതിദാരുണമായ ഒരു സംഭവമാണ് കൽക്കട്ടയിലെ പ്രസിദ്ധമായ RGKR മെഡിക്കൽ കോളേജിലുണ്ടായത്. ഒരു വനിതാ ഡോക്ടറെ പാതിരാവിൽ ആരൊക്കെയോ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞു. ഇത് കൊലപാതകമല്ല, ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിച്ചു. അവരുടെ മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളെ കൊണ്ട് പോലും പരാതിയില്ല എന്ന് പറയിക്കുന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തി. ആ ഘട്ടത്തിലാണ് ധാരാളം പരാതികൾ ഗവർണർ എന്ന നിലയിൽ എനിക്ക് ലഭിച്ചു. അതിൽ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. അന്ന് തന്നെ അതിലൊന്ന്, കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കുക, ക്യാമ്പസുകളിലെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുക, പെൺകുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും ടെലിഫോണിൽ വിളിച്ചാൽ ഓൺ കോൾ സെക്യൂരിറ്റി ഉറപ്പാക്കി കൊടുക്കുക. ഗവർണർ ഇങ്ങനെ പല ഇക്കാര്യത്തിൽ അങ്ങ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി സംസാരിച്ചിരുന്നു. ഇവിടെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ തന്നെ പ്രതിക്കൂട്ടിലാവുന്നുണ്ട്. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനെതിരെ, പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ, തൃണമൂൽ കോൺഗ്രസിനെതിരെ ഒക്കെ ആരോപണമുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മാതാപിതാക്കളോട് പരാതിയില്ല എന്ന് പറയിപ്പിക്കാൻ വരെ ശ്രമം നടന്നു എന്ന് പറയുമ്പോൾ വളരെ വളരെ ഗുരുതരമായ സാഹചര്യമാണ്. അങ്ങ് മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നോ? കഴിഞ്ഞ 5 വർഷത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രി മറുപടി തന്നു. ഇതൊക്കെ ഞങ്ങൾ ചെയ്യും, അതുപോലെ CBIക്ക് വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ ഉടനെ തന്നെ CBI അന്വേഷണം ഉത്തരവിട്ടിരുന്നു എന്നത് മറക്കരുത്. അതൊരു വശം. പിന്നീട് അന്ന് രാത്രി അതായത് 14-ാം തീയതി രാത്രി ഒരു പറ്റം ഗുണ്ടകൾ, 100 കണക്കിന് ഗുണ്ടകൾ ആശുപത്രിയിലേക്ക് ഇരച്ചു കയറി കണ്ണിൽ കണ്ടവരെല്ലാം അടിച്ച് താഴെയിട്ട് അവിടുത്തെ സാധന സാമഗ്രികളെല്ലാം അടിച്ച് ഉടച്ച് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുണ്ടായത്. വരുന്ന വഴിക്ക് നഴ്സുമാരോട് പറഞ്ഞു, നിന്നെയൊക്കെ ഞങ്ങൾ പരസ്യമായി ബലാത്സംഗം ചെയ്യും, ആരോട് ചോദിക്കാമെന്ന്. ആ സമയത്താണ് ഞാൻ ഗവർണർ എന്ന നിലയിൽ അവിടെ എത്തിയത്. ഞാൻ കണ്ട കാഴ്ച അതിദാരുണമായിരുന്നു. സമരപന്തലിൽ ചെന്നു, സമരക്കാരെ കണ്ടു. അവർക്ക് വേണ്ടത് വി വാണ്ട് ജസ്റ്റിസ്. തീർച്ചയായും അത് ഗവർണർ, അത് രാജ്യത്തിന്റെ തന്നെ ആവശ്യമാണ്. വി വാണ്ട് ജസ്റ്റിസ് എന്ന് ആർത്തലയ്ക്കുന്നുണ്ട് രാജ്യം എമ്പാടും. ഇപ്പോൾ ഗവർണർ എന്നുള്ള നിലയിൽ, ആ സംസ്ഥാനത്തിന്റെ തലവൻ എന്നുള്ള നിലയിൽ താങ്കൾ തന്നെ പറയുന്നത്
അവിടെ നടക്കുന്ന ഈ നിയമമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ്. ഭീകരമാണ്. റെസിഡന്റ് ഡോക്ടർമാരോട് അല്ലെങ്കിൽ സമരം ചെയ്ത ഡോക്ടർമാരോട്, നഴ്സുമാരോടൊക്കെ നിങ്ങളെയും റേപ്പ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അവരുടെ സമരത്തിൽ അതിക്രമം ഉണ്ടാക്കുന്നു. ആ സമരം നടക്കുന്ന സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറുന്നു. ഭീകരമായ, നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്രയും ഭീകരമായ കാര്യങ്ങൾ കൊൽക്കത്തയിൽ നടക്കുന്നു. കൊൽക്കത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന പൈതൃകമുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇത്രയും നടുക്കുന്ന ഒരു ക്രൂരത അരങ്ങേറുന്നത്. ഗവർണർ എന്നുള്ള നിലയിൽ താങ്കളുടെ ആക്ഷൻ എന്താണ്? അതാണ് എനിക്ക് ഇനി അറിയേണ്ടത്. ഇത്ര അരാജകത്വം കൊടികുത്തു വാഴുന്ന മറ്റൊരു സംസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭരണഘടനാപരമായി എടുക്കേണ്ട ശക്തമായ നടപടികൾ എടുക്കുക തന്നെ ചെയ്യും. ഇത് ഒരിക്കലും അനുവദിച്ചുകൂടാ. ബംഗാൾ അക്രമത്തിന്റെയും അഴിമതിയിലും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ സർക്കാരിന്റെ പിന്തുണയുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കഷ്ടം. ബംഗാൾ ഒരു ബനാന റിപ്പബ്ലിക്കായി മാറാൻ പാടില്ല. ഒരു വെള്ളരിക്ക പട്ടണമായി അവതരിപ്പിക്കാൻ പാടില്ല. ശക്തമായ നടപടികൾ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനപിന്തുണയോടുകൂടി ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ ഗുണ്ടാരാജിന് അറുതി വരുത്തിയേ മതിയാവും. ഗുണ്ടാരാജിന് അറുതി വരുത്തിയേ മതിയാകൂ എന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ തന്നെ പറയുന്നു. ശ്രീ ഗോപി, താങ്കൾ ഏറെക്കാലമായി കൊൽക്കത്തയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണല്ലോ. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ തന്നെ പറയുകയാണ് ഇതൊരു ബനാന റിപ്പബ്ലിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഭരണത്തിന്റെ പിന്തുണയുണ്ട്, ഇവിടെ നിയമവും നീതിയും ഇല്ലാത്ത അവസ്ഥയാണ് എന്ന്. ഇത് ശരിക്കും ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ 31-കാരിയായ ഡോക്ടർ കൊല്ലപ്പെട്ടത് ഒരു വലിയ പ്രശ്നത്തിന്റെ സൂചകമായി മാത്രം നിൽക്കുകയാണോ? അത്രയും വലിയ ഒരു പ്രതിസന്ധിയിലാണോ ബംഗാൾ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അതോ അത് മമതാ ബാനർജി പറയുന്നത് പോലെ രാഷ്ട്രീയമാണോ? ഇതിനകത്ത് ഇപ്പൊ സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉന്നതനായ വ്യക്തി, സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരൻ ഗവർണർ പറയുന്നതിനപ്പുറം മറ്റൊരു കാര്യം നമുക്ക് വിശ്വസിക്കേണ്ടതില്ല. അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട്, മലയാളി എന്നുള്ളതിലല്ല അദ്ദേഹം, കൽക്കത്തയിൽ വന്ന മുതൽ തന്നെ അദ്ദേഹം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി നടക്കുന്നുണ്ട്. അതിനു മുമ്പ്, അദ്ദേഹം വരുന്നതിന് മുമ്പ് ഇവിടെ കേരളത്തിലും മറ്റുള്ളിടത്തും പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത് നേരിൽ കണ്ട് മനസ്സിലാക്കുകയും ഇതുപോലെ അത് തുറന്നു പറയാൻ തയ്യാറാകുകയും ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും മറ്റാര് പറയുന്നതിനേക്കാട്ടിലും ഞങ്ങളൊക്കെ ഇവിടെ വളരെ കാലം കൊണ്ട് കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നെങ്കിലും അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഔദ്യോഗികമായ നിലപാടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, ഈ നടന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. അദ്ദേഹം അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതൊക്കെ വരുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളം വലുതാണെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാവും. ഇപ്പൊ എന്നോട് ചോദിച്ചത്, തീർച്ചയായിട്ടും ഈ സംഭവം ഇതിനു മുമ്പ് നിരവധി സംഭവങ്ങൾ ഇതുപോലെ ബംഗാളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് ഈ നടന്നിരിക്കുന്നത്. ഇതിനു മുമ്പും പല പെൺകുട്ടികളെയും ബലാത്സംഗത്തിനെയും കൊല്ലപ്പെടിയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ബംഗാളിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ സംഭവം നടന്നതിന് ശേഷം 2 ദിവസം മുമ്പ് ബർദ്വാനിലൊരു സംഭവം ഇതുപോലെ ഉണ്ടായി, ഒരു കുട്ടി കൊല്ലപ്പെട്ടു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇതൊരു അരാജകത്വത്തിന്റെ പ്രകടനമാണ്, വ്യക്തമായ പ്രകടനമാണ് ഇപ്പൊ കാണുന്നത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു നിലയിലേക്ക് ഒരു ഭാഗം പോകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യപ്പെടാത്ത നില ആർക്കും പറ്റുന്നില്ല എന്നുള്ള ഒരു ബോധം അവിടെ ഉണ്ടാകുമ്പോൾ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു നിലയാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ ഇന്ന് തന്നെ നടന്ന സംഭവം മറ്റൊരു സംഭവത്തിൽ ആലോചിക്കാൻ പോലും കഴിയില്ല. ഈ സംഭവത്തിനെതിരായിട്ട്, ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതിനെതിരായിട്ട് ഞാൻ എന്റെ വിശദാംശത്തിലേക്ക് പോകുന്ന നേരത്തെ ചർച്ചയിലൊക്കെ പങ്കെടുത്ത് പറഞ്ഞുള്ളത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നലെ നടന്ന സംഭവം ജനങ്ങൾ ഒട്ടാകെ, അതിനകത്ത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ ഭാഗത്തിലുമുള്ള ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ ഒഴിച്ച് മറ്റുള്ള എല്ലാ ജനവിഭാഗങ്ങളും, രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളവരും, കലാ സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും, രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ, ഈ ജനങ്ങൾ സ്വമേധയാ ഈ പ്രക്ഷോഭണം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ്. ഇന്നലെ സ്ത്രീകൾ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് സ്ത്രീകള് കൽക്കത്ത തെരുവീതികളില്, വിദ്യാഭ്യാസ രംഗങ്ങളില്, എല്ലാ ഭാഗത്തും ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നേടുന്ന ആ ദിവസം 14-ാം തീയതി അർദ്ധരാത്രിക്കാണ് ഇത് നടക്കുന്നത്. എല്ലായിടത്തും മെഴുകുതിരികളെയും ടോർച്ച് ലൈറ്റും പന്തവും കത്തിച്ച് പ്രതിഷേധം അറിയിച്ചുകൊണ്ട്
വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. വൻ ജനപങ്കാളിത്തം അവിടെ ഉണ്ടായി എന്ന് പറയുമ്പോഴും അക്രമങ്ങൾ അവസാനിക്കുന്നില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ സുസ്മേഷ് ചന്ദ്രോത്ത്, താങ്കൾ ഇപ്പോൾ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷവും ഇപ്പോൾ ബംഗാളിന്റെ സാമൂഹ്യ അന്തരീക്ഷവും മനസ്സിലാക്കുകയാണ്. ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ ഗോപി പറഞ്ഞതുപോലെ കൊൽക്കത്ത നഗരത്തെ ഇളക്കി മറിച്ചു വലിയ സ്ത്രീ മുന്നേറ്റമുണ്ടായി, ഒരുപാട് ആളുകൾ തെരുവിലിറങ്ങി. പക്ഷേ അതേ രാത്രിയിൽ ഈ സംഭവ സ്ഥലത്ത് ഈ ആശുപത്രിയിൽ പ്രതിഷേധിച്ച ആളുകൾക്ക് നേരെ ഒരു വലിയ ജനക്കൂട്ടം പാഞ്ഞെടുക്കുകയും അവരെ ആക്രമിക്കുകയുമാണ്. അത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമായിട്ടൊക്കെ പല ആളുകളും പരാതിപ്പെടുന്നും ഉണ്ട്. നമ്മൾ അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാജ്യത്ത് പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിലേക്ക് അക്രമികൾ പാഞ്ഞു കയറുന്നു, അവിടെ അതിദാരുണമായ ഒരു കൊലപാതകം നടക്കുന്നു. അതിൽ 5 ദിവസം പോലീസ് ഒരാക്ഷനും എടുക്കുന്നില്ല. ഈ പ്രക്ഷോഭകർ തന്നെ, ഡോക്ടർമാർ തന്നെ പറയുന്നു പോലീസ് നോക്കി നിൽക്കുക, അക്രമികൾ ഞങ്ങളെ ആക്രമിക്കുകയാണ് എന്ന്. ഇത് അഭൂതപൂർവമായ ഒരു സാഹചര്യമാണ്. അരാജകത്വം എന്ന വാക്ക് ഇവിടെ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് തന്നെ പ്രയോഗിച്ചു. എന്താണ് ബംഗാളിൽ നടക്കുന്നത്? ഇത് മമതാ ബാനർജി ആരോപിക്കുന്നത് പോലെ അവരെ വീഴ്ത്താനുള്ള സമരമാണോ? സമാനതകളില്ലാത്ത ഒരു സംഭവമാണെന്ന് തന്നെ പറയാം. സമീപകാലത്തൊന്നും സംഭവിച്ചിട്ടില്ലാത്തതാണ്, സമാനതകളില്ലാത്തതാണ്. ഇന്നലെ ഉണ്ടായ കാര്യത്തിലെ ഒരു വലിയ വൈചിത്ര്യം, ആർജിക്കർ ഹോസ്പിറ്റലിൽ ഒരു സംഘം അക്രമികൾ വന്ന് ഇത് അടിച്ച് തകർക്കുന്നതിന്റെ ഭാഗം നമ്മൾ അറിഞ്ഞു കണ്ടു. ഇതേ സമയത്ത് ബംഗാളിന്റെ പല ഭാഗത്തും, പട്ടണ ഗ്രാമ വ്യത്യാസമില്ലാത്ത പല പ്രദേശത്തും ആളുകൾ സംഘടിച്ച് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും ഇന്നലെ അർദ്ധരാത്രിയിൽ. ആ സമയത്ത് കൊൽക്കത്തയിലെ എല്ലാ പ്രധാന തെരുവീതികളിലും ജംഗ്ഷനുകളിലും ഒക്കെ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ്, പ്രത്യേകിച്ച് സ്ത്രീകളാണ് തടിച്ചുകൂടി പ്രതിഷേധം അറിയിച്ചത്. ഇത് നടക്കുന്ന സമയത്ത് ഇന്നലെ ഉണ്ടായത്, ചൗരാസ്ത ഭാഗത്ത് ഇന്നലെ ഉണ്ടായത്, ചീഫ് മിനിസ്റ്റർ നേരിട്ട് വന്നിട്ട് അവിടെ ഒരു കലാപരിപാടി സംഘടിപ്പിക്കുകയും പാട്ടും ഡാൻസുമായിട്ട് ഈ പ്രശ്നത്തെ മൂടിവെക്കാൻ ശ്രമിക്കുകയുമാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത് സമാനതകളില്ലാത്ത സംഭവം എന്ന് പറഞ്ഞത്. മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്തതും രാഷ്ട്രീയ ധാർമ്മികതകളെ കാറ്റിൽ പറത്തുന്നതുമായിട്ടുള്ള ഒരു പ്രതികരണമായി പോയി. അത് അത്രത്തോളം നീചവും പൈശാചികവുമായിട്ടാണ് ഭരണകൂടം ഈ ജനങ്ങളുടെ പ്രതിഷേധത്തെ നേരിടുന്നതും ഈ വലിയ ഗൗരവം അർഹിക്കുന്ന വിഷയത്തെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത്രത്തോളം നിന്ദ്യവും നീചവുമായ വിധത്തിലേക്ക് ഭരണകൂടം ഇടപെടുന്നുണ്ട് എങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ എത്രത്തോളം ശക്തി സംഭരിച്ചു കഴിഞ്ഞു ജനങ്ങൾക്കെതിരെ തിരിയാൻ എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങേയറ്റ അപലപനീയമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് പകരം അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്നതിനാണ് ആദ്യമേ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായത്. അവിടെ ശ്രീ സുസ്മേഷ്, മുഖ്യമന്ത്രി പറയുന്നത് തൂക്കിക്കൊല്ലണമെന്നാണ്. മുഖ്യമന്ത്രിയുടെ അനന്തരാവകാശി അനന്തരവൻ പറയുന്നത് വെടിവെച്ച് കൊല്ലണം അല്ലെങ്കിൽ തൂക്കിക്കൊല്ലണമെന്നാണ്. അതായത് ഈ പ്രതിയെ കൊന്നുകളയുക എന്ന് മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസും ഒരു ഭാഗത്ത് പറയുന്നു. ഈ പ്രക്ഷോഭങ്ങളെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടന്ന ഒരു തരത്തിലുള്ള പ്രക്ഷോഭത്തോടാണ് മമതാ ബാനർജി താരതമ്യം ചെയ്യുന്നത്. അങ്ങനെ മമതാ ബാനർജിയെ അധികാരഭ്രഷ്ടയാക്കാൻ വേണ്ടി എന്താണോ ബംഗ്ലാദേശിൽ നടന്നത് അതിവിടെ നടക്കുന്നു എന്ന് മമതാ ബാനർജി പറയാനുള്ള സാഹചര്യം എന്താണ്? അത് രണ്ടും വ്യത്യസ്തമായ സാഹചര്യമാണ്. അത് CM പറയുന്നത് പോലെ അതിനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് എന്തായാലും കഴിയുകയില്ല. ഇവിടെ കൊൽക്കത്തയില് അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളില് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ, ഒരുവിധം തിരിച്ചറിവ് വന്ന കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, മധ്യവയസ്കർ വരെയുള്ള മനുഷ്യർ ഒന്നടങ്കം വാസ്തവത്തിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരാണ്. മുഖ്യമന്ത്രിക്കെതിരെ അവർ തിരിഞ്ഞു കഴിഞ്ഞു. ഇത്ര നാളും അവരുടെ ഉള്ളിൽ എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ഈ സംഭവത്തോടുകൂടി ഇല്ലാതായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പലരോടും സംസാരിച്ചപ്പോൾ. കാരണം ഇതാരും ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല ഈ ജനലക്ഷങ്ങൾ അർദ്ധരാത്രിയിൽ പുലരും വരെ തെരുവുകളിലേക്ക് വന്നത്, പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. അത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഉണ്ടായ നടുക്കത്തിന്റെയും വേദനയുടെയും പ്രതിഫലനമാണ്. അതൊരു രാഷ്ട്രീയ മുഖച്ഛായയില്ല. ബംഗ്ലാദേശിൽ സംഭവിച്ചതുമായിട്ട് ഇപ്പോൾ കൊൽക്കത്തയിൽ നടന്ന കാര്യങ്ങളെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ യുവത, ഏറ്റവും ചെറിയ കുട്ടികൾ മുതലുള്ള യുവത പറയുന്നത് പോലെ ഇത് കണ്ണുമൂടി കെട്ടാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം മാത്രമാണ്. വാസ്തവത്തിൽ നടക്കുന്നത് അതല്ല. അതിനിന്യമായ ഈ ഒരു വിഷയത്തെ ലോകസഭയിൽ നിന്ന് മാറ്റി അതിനെ മറ്റു പല വിധത്തിലും, രാഷ്ട്രീയമായും മറ്റു പല വിധത്തിലും നേരിടുന്നതിനുള്ള വളരെ തരംതാണ ഒരു നീക്കം മാത്രമാണ് അത്. പക്ഷെ ജനങ്ങൾ ഇതിനെല്ലാം മുകളിലായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത്. കാരണം ഇന്നലെ ഈ KG ഘർ ഹോസ്പിറ്റലിന്റെ പരിസരത്തുള്ള വീടുകളിലെല്ലാം ചെന്നിട്ട് ഈ അക്രമികളുടെ സംഘത്തിൽപ്പെട്ട ഗുണ്ടകൾ അവിടുത്തെ സ്ത്രീകളെ വിളിച്ചിറക്കി അവരോട് ആവശ്യപ്പെട്ടത് ഒരു കാരണവശാലും രാത്രി പ്രതിഷേധത്തിൽ റോഡിലേക്ക് ഇറങ്ങരുതെന്നാണ്. അതുപോലെ തന്നെയാണ് ഈ ഇരയായ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയതും അവരുടെ പരിസരത്തുള്ള ആളുകളുടെ അടുത്ത് എന്നിട്ട് ഭീഷണിപ്പെടുത്തിയതും. ഇത് വീട്ടിൽ കയറി ചെന്ന് കഥകൾ മുട്ടിയ ആളുകളെ വിളിച്ചുണർത്തി വിളിച്ചെടിയിപ്പിച്ച് കാര്യം നേരെ പറയുകയാണ്. ഇത്രത്തോളം അരാജകത്വം ഈ തെരുവുകളിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മുൻപൊന്നും ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ സമാനതകളില്ലാത്ത സംഭവം എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ ക്രമസമാധാന പരിപാലനം ഇല്ല
ഇവിടെ ജനങ്ങളെ ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കേണ്ട, ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുന്ന ആളുകളല്ല, അക്രമികളുടെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കേണ്ട പോലീസ് പോലും ഇവിടെ നിർഭയരായി കഴിയുകയാണ്. ഇന്നലെ ഹോസ്പിറ്റലിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രാണരക്ഷാർത്ഥം പോലീസുകാർ ഓടി രക്ഷപ്പെടുന്നതാണ് കാണാൻ കഴിഞ്ഞതെന്ന് സാക്ഷികൾ പറയുന്നുണ്ട്. ഈ തരത്തിൽ ജനങ്ങളെ നേരിട്ട് വിളിച്ചിറക്കി ഭീഷണിപ്പെടുത്തുന്ന വിധത്തിലേക്ക്, അവരുടെ ജീവനെ തകർക്കുമെന്ന് ആക്രോശിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ അഴിച്ചുവിടണമെങ്കിൽ അത് മുഖ്യമന്ത്രി ഇവിടെ പറയുന്നത് പോലെ കണ്ണുമുടി കെട്ടാനുള്ള വാചാലത കൊണ്ട് മാത്രം നമുക്ക് തീർച്ചയായും അങ്ങനെ അത്തരത്തിൽ ഭീതിതമായ ഒരു അന്തരീക്ഷം ബംഗാളിൽ നിലനിൽക്കുന്നു. അതേസമയം കൽക്കത്തയുടെ മകൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ മകൾ എന്ന് വിളിക്കപ്പെടുന്ന 31 വയസ്സുള്ള റെസിഡന്റ് ഡോക്ടർക്ക് നീതി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ ഉണ്ണി ആർ പിള്ള ഇപ്പോൾ കേരളത്തിലടക്കം നാളെ മുതൽ നിങ്ങൾ സമരത്തിലാണല്ലോ. ധാരാളം വിഷയങ്ങളുണ്ട്. ഇവിടെ ഒരു ഡോക്ടർ തൊഴിലെടുത്ത് കൊല്ലപ്പെട്ടു എന്നുള്ളതിലുപരി ഇതൊരു സ്ത്രീ സുരക്ഷയുടെ പ്രശ്നമാണ്. ഒരു ആശുപത്രിക്കകത്ത് ഒരു ജോലി ചെയ്തിരുന്ന ഡോക്ടർ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനുശേഷം സകല സംവിധാനങ്ങളും ഈ അക്രമികൾക്ക്, പ്രതികൾക്ക് തുണയായി വരുന്നു. അത് നിർബാധം തുടർന്നു. ഏറ്റവും ഒടുവിൽ കോടതി ഇടപെട്ട് CBIയെ കേസ് ഏൽപ്പിക്കുന്നത് വരെ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നിർബാധം തുടർന്നു എന്ന നടുക്കുന്ന വസ്തുത കൂടിയാണ് നമ്മൾ ബംഗാളിൽ അഭിമുഖീകരിക്കുന്നത്. തീർച്ചയായും അതെ. രാജ്യം നമ്മുടെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. അതിൻ്റെ എല്ലാം പ്രൗഢിയോടും കൂടി നമ്മൾ ആഘോഷിക്കേണ്ട സമയത്ത് രാജ്യത്തെ മുഴുവൻ ഡോക്ടർമാരും തെരുവിലാണിപ്പോൾ. ഇപ്പോഴും ഒരു നാഷണൽ ഫ്ലാഗ് പിടിച്ചൊരു പ്രകടനം നടത്തേണ്ട സ്ഥാനത്ത് മെഴുകുതിരികളുമായി പ്രകടനം നടത്തിയിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴും ആ ഒരു പ്രകടനത്തിനിടയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഫ്ലോറിലേക്ക് എത്തുന്നത്. എന്താണ് RG-കർ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്? ഒരു റെസിഡന്റ് ഡോക്ടർ, 31 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു റെസിഡന്റ് ഡോക്ടർ അവളുടെ ജോലി സ്ഥലത്ത് അതിക്രൂരമായ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുകയാണ്. അത് മാറ്റി നിർത്താം. ഒരു ഡോക്ടർ എന്നുള്ള ലേബൽ മാറ്റി നിർത്തിയിട്ട് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ, ഒരു സ്ത്രീ അവളുടെ തൊഴിലിടത്തിൽ അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുന്നു. അവിടെ എന്താണ് നടക്കുന്നത്? അതിൽ എത്ര ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്? ഈ പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൊൽക്കത്തയിൽ പൊതുജനങ്ങൾ പ്രതികരിക്കുന്നു എന്ന് അവിടെ നിന്നുള്ള മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ എപ്പോഴും എത്രത്തോളം ആളുകൾ പ്രതികരിക്കുന്നു? ഇപ്പോൾ മറ്റ് പല കേസുകളും വന്നപ്പോൾ, ഇവൻ നിർഭയ, സൗമ്യ പോലുള്ള കേസുകൾ വന്നപ്പോൾ രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങൾ നടന്നു. ഇപ്പോൾ കേരളത്തിൽ എത്ര പൊതുജനങ്ങൾക്ക് ഇതിനെപ്പറ്റി അവെയറാണ്? ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നു, അത് നടന്ന ഒരു സ്ത്രീ കൂട്ട ബലാത്സംഗത്തിനിരയായി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത് എന്ന് എത്ര പേർ അവെയറാണ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു പൊതുമധ്യത്തിൽ വരുന്നില്ല? അതൊരു ഡോക്ടർ ആയതുകൊണ്ടാണ്, ഒരു വേറെ കമ്മ്യൂണിറ്റിയാണ് എന്ന രീതിയിൽ മാറ്റി നിർത്തേണ്ടപ്പെടേണ്ട ഒരു സാഹചര്യമാണോ ഇപ്പോൾ നിലവിലുള്ളത്? ഒരു സ്ത്രീ ക്രൂരമായി കൊലപ്പെട്ടിട്ട് അവിടുത്തെ അധികാരികൾ തന്നെ അതിനെ മറച്ചു വെക്കുന്നു. ഇനീഷ്യലി അതിനെ ഒരു സൂയിസൈഡാണ്, ഒരു ആത്മഹത്യയാണ് എന്ന ലേബലിലേക്കാണ് അവർ കൊണ്ടുവരുന്നത്. ആത്മഹത്യയാണ് എന്ന രീതിയിൽ മാതാപിതാക്കളെ അറിയിക്കുന്നു. എന്നിട്ട് അതിനെ കേസിനെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടുത്തെ റെസിഡന്റ് ഡോക്ടർമാരുടെ കൃത്യമായ ഇടപെടലുകളിലാണ് അതങ്ങനെയല്ല, അതിൽ അന്വേഷണം വേണം, പോസ്റ്റ്മോർട്ടം നടക്കണമെന്ന് അറിയിച്ചു. ആ പോസ്റ്റ്മോർട്ടം വരുമ്പോഴും ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷവും ഒരു ഇനിഷ്യലി അതിനെ ഒരു ആത്മഹത്യയാണ്, അല്ലെങ്കിൽ അവിടുത്തെ അധികാരികൾ സംസാരിക്കുന്നത് എന്തിനാ പെൺകുട്ടി ആ സമയത്ത് അവിടെ പോയി, അവളുടെ ഉദ്ദേശം ശരിയല്ലായിരുന്നു എന്ന രീതിയിൽ സംസാരിക്കുന്ന കോളേജ് അധികൃതരാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് ഒരു സമൂഹത്തിന് പോകാൻ കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും വളരെയധികം പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി ഒരു CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. ഇപ്പോൾ ഈ CBI അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഈ CBI അന്വേഷണത്തിൽ അടുത്ത 48 മണിക്കൂറിൽ കൃത്യമായ ഒരു പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങളുടെ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ മമതാ ബാനർജി തന്നെ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്, ഈ പ്രതികളെ തൂക്കിക്കൊല്ലണം, പ്രതിയെ തൂക്കിക്കൊല്ലണമെന്ന്. ഏത് പ്രതിയാണ് ഇവർ തൂക്കിക്കൊല്ലാൻ പോകുന്നത്? ഈ ഒരു സ്കേപ്പ് ഗോട്ടായിട്ട് ഒരാളെ അവർ പിടിച്ചു വെച്ചിരിക്കുന്നു, അയാളാണ് പ്രതിയെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെ ഒരാളെ തൂക്കിക്കൊല്ലണം എന്നവകാശപ്പെട്ട് ഈ കേസ് ഒതുക്കി തീർക്കാൻ ഒരിക്കലും ഇന്ത്യയിലെ ഡോക്ടർമാർ സമ്മതിക്കുകയില്ല. കൃത്യമായ പ്രതികളെ 48 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യണം. അതുപോലെ ഇതിന് ഒപ്പം ചേർന്ന് നിന്ന പ്രിൻസിപ്പൽ അടക്കമുള്ള അധികൃതർ കൃത്യമായി റിസൈൻ ചെയ്യുക, രാജിവെക്കുക, പുറത്തു പോകണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോടതി പോലും ഉത്തരവ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ലീവിൽ പോകണമെന്നാണ്. ലീവിൽ പോയി അവരവരുടെ വെക്കേഷൻ ആഘോഷിക്കാനാണോ ഈ ഒരു സമരം? 5 ഡോക്ടർമാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ ഈ നിമിഷം പുലർത്താം. ഡോക്ടർ സോയ ജോസഫ്, നമ്മൾ നിർഭയ പ്രക്ഷോഭം 2011 കണ്ടിട്ടുണ്ട്. അന്ന് ഡൽഹി ഭരിച്ചിരുന്നത് ഒരു വനിതാ മുഖ്യമന്ത്രിയായിരുന്നു, ഷീല ദീക്ഷിത്. ആ പ്രക്ഷോഭത്തിന് ശേഷം പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് രാഷ്ട്രീയ ചരിത്രം. ഇന്ന് ബംഗാൾ ഭരിക്കുന്നതും ഒരു വനിതാ മുഖ്യമന്ത്രിയാണ്, മമതാ ബാനർജിയാണ്. ഇത്ര നിഷ്ഠൂരമായ സംഭവം കൊൽക്കത്തയിൽ മമതാ ബാനർജിയുടെ മൂക്കിന് കീഴിൽ നടന്നു എന്ന് നമുക്ക് കാണാം. പക്ഷെ അത് നടന്നു കഴിഞ്ഞ് ഈ പ്രതികളെ സംരക്ഷിക്കാൻ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന്, ബംഗാളിൽ അറിയപ്പെടുന്ന സിൻഡിക്കേറ്റ് എന്നറിയപ്പെടുന്ന അവിടുത്തെ വ്യവസ്ഥയുടെ ഭാഗത്തു നിന്ന് എല്ലാ ശ്രമങ്ങളും ഉണ്ടാവുകയാണ്. പൊറുതിമുട്ടി ഗവർണർക്ക് പോലും ഇതൊരു ബനാന റിപ്പബ്ലിക് ആണോ എന്ന് ചോദിക്കേണ്ടി വരികയാണ്.
എങ്ങനെ ഇതൊരു വനിതാ മുഖ്യമന്ത്രിയുടെ കാൽക്കീഴിൽ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയുണ്ടോ, അത്ഭുതമുണ്ടോ, ആശ്ചര്യമുണ്ടോ? അല്ല, തീർച്ചയായും അങ്ങേയറ്റം നമുക്കൊരു ഒരു തരത്തിലും സമാനതകളില്ലാത്ത തരത്തിൽ തന്നെ കാണേണ്ട ഒരു കുറ്റകൃത്യം തന്നെയായിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. ആ ക്രൈം നടന്ന സാഹചര്യം അല്ലെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള വാർത്തകൾ, തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു സമൂഹ മനസ്സാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഗസ്റ്റ് 9-ാം തീയതി അത് നടന്നതിന് ശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അത്തരത്തിൽ കാരണം അതിൻ്റെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് അതിലൊരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ ചർച്ചയാക്കേണ്ടതുണ്ട്. കാരണം ഈ ഡോക്ടർമാർക്കിടയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഡോക്ടർമാർക്കെതിരെ നിരന്തരമായിട്ടുള്ള വയലൻസ്, കാരണം ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീ ഡോക്ടർ ഉണ്ണിയാർ പിള്ള അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർമാർക്കെതിരെയുള്ള ക്രൈമുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കിടയിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു നിയമം നടപ്പിലാക്കണം, അല്ലെങ്കിൽ കുറെ കൂടെ ഹെയ്നസ് ക്രൈംസിനെതിരെയുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു നിയമം 2022 ഇവിടെ ഒരു ബില്ല് നിലനിൽക്കുന്നുണ്ട്. ആ ബില്ല് കൃത്യമായി നടപ്പിലാകുന്നില്ല. അത് നടപ്പിലാക്കിക്കൊണ്ട് കുറെ കൂടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ട് എന്നുള്ള ഒരു ചർച്ച ഇതിലേക്ക് വരുന്നില്ല. അതിന് പകരം മറ്റ് പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും അത് വളച്ചൊടിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് അതിനെ വളരെ കൃത്യമായിട്ട് ഒരു നിയമപരമായിട്ടുള്ള സംവിധാനത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ തീർച്ചയായും പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അവരുടെ വർക്കിംഗ് സമയത്തെ പറ്റി അല്ലെങ്കിൽ അത്തരത്തിൽ അവരെടുക്കുന്ന ആ ജോലി സ്ഥലത്ത് ഉണ്ടായിരിക്കേണ്ട സുരക്ഷയെ പറ്റി. ഇപ്പോൾ വന്ദനാദാസ് നമുക്കറിയാം, കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ രീതിയിൽ നമ്മളത് ചർച്ച ചെയ്തു, നമ്മൾ കുറേ നാളത് ചർച്ച ചെയ്തു. പക്ഷേ എന്നിട്ട് പോലും നിയമപരമായിട്ടും അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടും എന്ത് സുരക്ഷയാണ് ഇപ്പോഴും കേരളത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുൾപ്പെടെയുള്ള ആളുകൾക്കുള്ളത്? അപ്പോൾ ഇവർക്കെതിരെയുള്ള മെഡിക്കൽ പ്രൊഫഷണൽസിനും അല്ലെങ്കിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിനും എതിരെയുള്ള ഇത്തരം വയലൻസുകൾ അവസാനിപ്പിക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളില്ലാതെ ഒരു വിഷയമുണ്ടാകുമ്പോൾ ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ പ്രത്യേകിച്ച് പറയുകയാണ്. കാരണം കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഞാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ മനസ്സിലാക്കുന്ന എല്ലാ കേസുകളിലും ഒരുപക്ഷെ കൂടുതൽ, കാരണം സെക്ഷുവൽ അസോൾട്ട് കൂടെ അതിൽ വരുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ വനിതാ ഡോക്ടർമാർക്ക് എതിരെയുള്ള കുറ്റകൃത്യമായിട്ട് തന്നെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം സെക്ഷുവൽ അസോൾട്ട് എന്നുള്ള കാര്യം അതീവ ഗുരുതരമായിട്ടുള്ള അങ്ങേറ്റം ക്രൂരമായ രീതിയിൽ നടപ്പിലാക്കിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ വർക്ക് പ്ലേസ് ഹരാസ്മെന്റിന് അപ്പുറത്തേക്ക് ഇതെന്തുകൊണ്ട് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിലും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും വേണ്ടിയുള്ള ആ നിയമം ഈ നാട്ടിൽ വളരെ കൃത്യമായി നടപ്പിലാക്കേണ്ടതുണ്ട്. കാരണം വന്ദനാദാസിനെ പോലെ ഒരു ഇര നമുക്ക്, കാരണം 1 വർഷം തികഞ്ഞിട്ടേ ഉള്ളൂ, കാരണം വളരെ ക്രൂരമായ രീതിയിൽ, കാരണം ഒരു പോലീസ് കൊണ്ടുവരുന്ന പ്രതി തന്നെ ഒരു പോലീസിന് പ്രതിയെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം. പക്ഷേ ഇത് അതിനും അപ്പുറത്തുള്ള ഒരു വിഷയമാണ്. ഡോക്ടർ മാലു ഇവിടെ തിരുവനന്തപുരത്ത് ഫോർട്ട് ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് ആക്രമിക്കപ്പെട്ടത്, അന്ന് ആ വാർത്ത ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ അത് അവസാനിക്കുന്നില്ല, ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിക്കുന്നില്ല. വന്ദന ദാസ് എന്ന ഡോക്ടറുടെ കൊലപാതകത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു. ഇപ്പോൾ പക്ഷേ നമ്മൾ ബംഗാളിൽ നിന്ന് കാണുന്നത് അതിലും ഭീകരമായ കാര്യമാണ്. ഒരു ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിന് ശേഷവും യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാവുന്നില്ല. പ്രതിഷേധിക്കുന്ന ആളുകൾ വീണ്ടും ആക്രമിക്കപ്പെടുന്നു. അങ്ങനെ നമുക്ക് ഒരു ദുസ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ കഴിയാത്ത ഭീകരമായ കാര്യങ്ങൾ അവിടെ അരങ്ങേറുമ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എന്താണ് സമൂഹത്തോട് പറയാനുള്ളത്? നമസ്കാരം. ഞാനിപ്പം എൻ്റെ PG ബോംബെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അറ്റ് ദ സെയിം ടൈം എൻ്റെ കൊളീഗ് ഡൽഹി മൗലാനയിൽ PG ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടിടത്തെയും സെക്യൂരിറ്റി സിസ്റ്റമാണ് ഞങ്ങൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അവൾക്ക് ക്ലിനിക്കലി ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഈവൻ ഒരു 5 o'clock കഴിഞ്ഞാൽ പോലും പബ്ലിക്കിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അത്രമാത്രം ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടെ സേഫ്റ്റി ഉള്ളതായിട്ടാണ് ബോംബെയിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ബാക്കിയുള്ളിടത്ത് നോക്കുമ്പോഴത്തേക്കും വളരെ സേഫ്റ്റി വളരെ മോശം അവസ്ഥയാണ്. ഈവൻ റെസ്റ്റ് ചെയ്യാനൊരു റൂമില്ല, നമുക്ക് ഒന്ന് ഫ്രഷ് ആവാനായിട്ടുള്ളൊരു റൂമില്ല, എങ്ങും ഒരു സെക്യൂരിറ്റി സിസ്റ്റം പ്രോപ്പറായിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള ഈ അക്രമം ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴും എന്താണ് അതിനൊരു സൊല്യൂഷൻ നമ്മൾ പറയുന്നുണ്ട് പലപ്പോഴും, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പല സൊല്യൂഷൻസ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിലും അതൊരിക്കലും ആപ്ലിക്കബിൾ ആവുന്നില്ല.
അതാണ് ഒരു മെയിൻ പ്രശ്നം. ഇപ്പം നമ്മൾ ജസ്റ്റിസ് പറഞ്ഞു, നമ്മളിപ്പം ഡൽഹിയിലെ ക്രൈം കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ നാൾ നമ്മൾ സമരം ചെയ്തു, അപ്പോൾ കുറേ നിയമമൊക്കെ ഇംപ്ലിമെൻ്റ് ആയി വന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഇത് ക്രൈം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിലെന്തെങ്കിലും ഒരു 70, 80, 90% നമുക്ക് ഇതിനൊരു റിഡക്ഷനാണ് നമുക്ക് വേണ്ടുന്നത്. ഇത് ഡോക്ടർ എന്നുള്ള രീതിയിലല്ല, ഒരു സ്ത്രീയെയാണ് അത് ആക്രമിച്ചിരിക്കുന്നത്. ഞാനൊരിക്കലും ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലല്ല ഇപ്പം സംസാരിക്കുന്നത്, ഞാനൊരു സ്ത്രീ എന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് വളരെ മോശമായ ഒരു നിലപാടാണ് ഇപ്പം ബംഗാൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രതികളെ ആരെയൊക്കെയോ നമ്മൾ മുന്നിലേക്ക് നിർത്തിയിട്ട് ഇവരാണ് പ്രതികളെന്ന് പറയുന്നു, ഇവരെ കൊല്ലണമെന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ഈ അക്രമ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നത്? അതിനൊരു സൊല്യൂഷനാണ് നമുക്ക് വേണ്ടുന്നത്, പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. മെയിനായിട്ട് ഇപ്പോൾ അവർ സമരം ചെയ്യുമ്പോൾ അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അക്രമങ്ങൾ അവർക്ക് നേരെ ഉണ്ടാവുമ്പോൾ ചിലവർ ഭയന്ന് പിന്മാറാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനല്ല നമുക്ക് വേണ്ടുന്നത്. ഇതിന് രാജ്യവ്യാപകമായിട്ട് ഇതിന് നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നത് വരെ സമരം തുടരണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഡോക്ടർമാരുടെ കമ്മ്യൂണിറ്റിക്ക് അതാണ് പറയാനുള്ളത്. സുരക്ഷ, തൊഴിലിടത്തെ സുരക്ഷ എന്ന് പറയുന്നത് ആർക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർമാരെ സംബന്ധിച്ചും അത് അങ്ങനെ തന്നെയാണ്. ശ്രീ ഗോപി, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ ശക്തി സ്ത്രീകളാണ് എന്ന് മാത്രമല്ല സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം 33% സംവരണം തുടങ്ങിയതൊക്കെ ഇപ്പോഴും നിയമം പാസ്സായി എങ്കിലും അത് നടപ്പാക്കപ്പെട്ടിട്ടില്ലെന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിലാണെങ്കിലും സ്കീമുകളുടെ കാര്യത്തിലും ഒക്കെ വനിതകൾക്ക് സവിശേഷമായി പരിഗണന കൊടുക്കാറുള്ള ആളാണ് മമതാ ബാനർജി. സ്വാഭാവികമായും വലിയ വനിതാ പിന്തുണ ഉള്ള നേതാവുമാണ് മമതാ ബാനർജി. ആ മമതാ ബാനർജി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അതിക്രമം നടക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നടന്നിട്ട് അവിടെ നീതി നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? ഇക്കാര്യത്തിൽ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു നിയന്ത്രണാധികാരം മുഖ്യമന്ത്രിക്കില്ലേ? തീർച്ചയായിട്ടും മമതയ്ക്ക് സ്ത്രീകളുടെ പൂർണ്ണ എന്ന് പറയല്ലേ, നല്ലൊരു വിഭാഗത്തിന്റെ പിന്തുണ ലഭിക്കുന്നുള്ളതൊരു സത്യമാണ്. ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പ് സമയത്തും സന്ദേശകാരി പോലുള്ള സ്ഥലത്തൊക്കെ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോഴും ഇതുപോലുള്ള ചർച്ചകളൊക്കെ നടന്നു. ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ പലരും എനിക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടേഴ്സായിട്ടുള്ള പലരും സംസാരിച്ചു, കൽക്കത്തയിലും ഇപ്പൊ ഡോക്ടർക്ക് നേരെ നടന്ന ഒരു ആക്രമണമായിട്ട് മാത്രമല്ല ഇതിനെ കാണേണ്ടത്. ഇതിന് കാരണം ഡോക്ടർക്കെതിരെയായിട്ട് ഒരുപാട് പ്രാവശ്യം പലയിടത്തും അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം രോഗികൾക്ക് പലപ്പോൾ വേണ്ട ചികിത്സ കിട്ടിയില്ല. ഇപ്പൊ കൽക്കത്തയിൽ തന്നെ നാഷണൽ മെഡിക്കൽ കോളേജില് ഇതിനു മുമ്പ് വളരെ ഭീകരമായൊരു ആക്രമണം നടന്നു. അത് രോഗികളുടെ ഭാഗത്തു നിന്നുണ്ടതാണ്. രോഗികൾ അവർക്ക് വേണ്ട ചികിത്സ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ ക്രൂരമർദ്ദിക്കുകയും അതിനുശേഷം സമരം നടത്തിയൊക്കെ ചെയ്തു. അന്ന് ഇത്രത്തോളം പൊതുജന പിന്തുണ ഇതിന് കിട്ടിയില്ല. അതിൻ്റെതായ ഒരു പ്രത്യേകിച്ച് രോഗികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സിമ്പതി പ്രത്യേകിച്ചുണ്ടായി. പക്ഷെ ഇന്നത്തെ ഈ ആർജിക്കർ സംഭവം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. എന്താണ് അവിടെ നടന്നത്? ആക്ച്വലി ഒരു ഡോക്ടർ കൊല്ലപ്പെട്ടു എന്നുള്ളതും ഒരു PG പഠിക്കുന്ന ഒരു കുട്ടി കൊല്ലപ്പെട്ടു എന്നുള്ളതും ഒക്കെ അല്ല. പക്ഷേ ആ ആശുപത്രി ബംഗാളിലെ ഏറ്റവും പ്രമുഖപ്പെട്ട ഒരു ആശുപത്രിയാണ്. അത് വളരെ പഴയ മെഡിക്കൽ കോളേജാണ്. അവിടെ നടക്കുന്ന അരാജകത്വം, അവിടെ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, അറസ്റ്റ് ചെയ്യപ്പെട്ട സഞ്ജയ് റോയ് എന്ന് പറയുന്ന ആള് പോലീസിന്റെ അയാള് തൃണമൂലിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. 4 കേസുകളിൽ പ്രതിയാണ്. 4 കല്യാണം കഴിച്ച ആളാണ്. ഇങ്ങനൊരാളെ പോലീസിന്റെ സിവിൽ വോളണ്ടിയറായിട്ട് എടുക്കുകയും അവിടെ നിയോഗിക്കുകയും ചെയ്തു. ഒന്ന്, അവിടെ മദ്യമാഫികളുടെ ഒരു സങ്കേതമാണ് ഈ മെഡിക്കൽ കോളേജ്. അതുപോലെ ഡ്രഗ്സിന്റെ കേന്ദ്രമാണ്. ഇതിനെതിരായിട്ട് അവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും ജൂനിയർ ഡോക്ടേഴ്സും ഒക്കെ നിരന്തരമായി പ്രതിഷേധിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇത്തവണയും ഈ കുട്ടി ഇതിനൊക്കെ മുമ്പിൽ നിന്നൊരു കുട്ടിയാണ്. പ്രത്യേകിച്ച് ഈ സഞ്ജയ് റോയിയെ പോലുള്ള ആളുകൾ അവിടെ അടക്കി ഭരിക്കുന്ന ഒരു ആളാണ്. ഭരണകക്ഷിയുടെ പൂർണ്ണ പിന്തുണയോടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസുകാർക്കായാലും അധ്യാപകർക്കാർക്കും ഡോക്ടേഴ്സുകാർക്കും രോഗികൾക്കും ആർക്കും അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല രീതിയിൽ അയാളുടെ മുൻ പശ്ചാത്തലം എങ്ങനെയായിരുന്നു? അയാൾ അവിടെ ട്രക്ക് മാഫിയകൾക്കും മദ്യം, ഏതൊരു രോഗി അവിടെ ചെന്നാലും അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ കാശ് കൊടുക്കാൻ അവിടെ നടക്കില്ലായിരുന്നു. എത്ര എമർജൻസി കേസ് ആയാലും സീറ്റ് ഇല്ല എന്ന് പറഞ്ഞു വിടും. പക്ഷെ അവരെ പിടിച്ചാൽ, ഇവരെ പോലുള്ള ആളുകളെ പിടിച്ചാൽ എപ്പോഴും സീറ്റ് കിട്ടും. അവിടെ തീരുമാനിക്കുന്നത് ഡോക്ടർമാരോ അതല്ലെങ്കിൽ ആശുപത്രി അഡ്മിനിസ്ട്രേഷനോ അല്ല, മറിച്ച് ഒരു സമാന്തര സംവിധാനമാണ്. ആ സമാന്തര സംവിധാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനത്തിരുന്ന ആളാണ് ഈ സഞ്ജയ് റോയ്. അയാള് താക്കോൽ സ്ഥാനത്ത് എന്ന് പറയുന്ന ഒരു പോലീസ് വോളണ്ടിയർ ആണ് അർത്ഥത്തില്, ഒരു ഒന്നുമല്ല. പക്ഷേ അയാൾക്ക് അവിടെയുള്ള സ്വാധീനം, ഭരണസ്വാധീനം ഉപയോഗിച്ച്, ഭരണതലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അയാൾ നേടി. ഇപ്പൊ പ്രിൻസിപ്പൾ പോലും, അവിടെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പള് സന്ദീപ് ഘോഷ്
നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? റിസൈൻ ചെയ്ത്, ഈ സംഭവം ഉണ്ടായി റിസൈൻ ചെയ്ത് 3 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ വേറൊരു മെഡിക്കൽ കോളേജിന്റെ, നാഷണൽ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് മാറ്റി. അല്ല, ഈ സന്ദീപ് ഘോഷിനെ കുറിച്ച്, സന്ദീപ് ഘോഷ് 2 തവണ അച്ചടക്ക നടപടിക്ക് വിധേയനായെങ്കിലും മണിക്കൂറുകൾക്കകം 4 തവണ ഓക്കെ, അങ്ങനെ അത്രയും അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ കളറിൽ ആഘോഷിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിലും ഫോട്ടോകളിലും ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ രാഷ്ട്രീയ സ്വാധീനവും ഭരണ സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും നടക്കും എന്നുള്ള നിലയിലേക്ക് ഇങ്ങനെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒഴിയേണ്ട ഒരാൾക്ക് അതിനേക്കാൾ ഒരു വലിയ പോസ്റ്റിൽ, ഒരു പ്ലം പോസ്റ്റിൽ തൊട്ടടുത്ത് അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന വിധത്തിലേക്ക്, അതായത് ഇത് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് പ്രശ്നമല്ല എന്ന നിലയിലേക്ക് എങ്ങനെയാണ് പശ്ചിമ ബംഗാളിന്റെ ഭരണകൂടം ചിന്തിക്കുന്നത്? അതാ ഇതിവിടെ നിൽക്കുന്ന ഇവിടെ മെഡിക്കൽ രംഗത്ത് മാത്രമല്ല, ഇവിടെ നടക്കുന്ന അരാജകത്വത്തിന്റെ ഒരു ഭാഗമാണിത്. ജനങ്ങൾ പിന്നെ എങ്ങനെ ഇവരെ തെരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് മറ്റു പല ഘടകങ്ങളും ഉണ്ട്. ഇപ്പൊ സ്ത്രീകൾ കൂട്ടത്തോടെ വേദികൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവരുടെ ലുക്കി ഭണ്ഡാര് വളരെയധികം സ്ത്രീകൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന 1000 രൂപ വീതം എല്ലാവരുടെയും വീട്ടിലേക്ക് എത്തിക്കുക. ഒരു സ്ത്രീകൾ 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും കിട്ടും അത്. അങ്ങനെയൊക്കെയുള്ള പല ചെറിയ ചെറിയ ആക്പിടങ്ങളൊക്കെ കൊടുത്ത് ആളുകളെ കയ്യിലെടുക്കാൻ മമത വളരെ മിടുക്കിയാണ്, അതിന് സംശയമില്ല. പക്ഷെ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ഇത്രയും അരാജകത്വം നിലനിൽക്കുന്ന, അക്രമം നടക്കുന്ന, ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ സന്ദീപ് റോയ് അവിടുത്തെ അഴിമതിയില്, അവിടെ നടക്കുന്ന അഴിമതിയുടെ പ്രധാന ഭാഗമായിരുന്നു ആ പ്രിൻസിപ്പാൾ. ഈ കുട്ടിയെ കൊണ്ടുപോയത് എങ്ങനെ? ഈ കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി കുട്ടി അവിടെ നടക്കുന്ന അനീതിക്കെതിരായിട്ട് അവരുടെ വിഭാഗത്തിൽ പലരും പ്രതിഷേധിച്ചപ്പോഴെ അവളെ വകവരുത്തുക. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ആ ഡോക്ടറെ വകവരുത്തി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും സ്വന്തമായിട്ട് അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു പരിപാടിയായിരുന്നു ഇതിലെ. അവളെ ഒറ്റപ്പെടുത്തി സെമിനാർ ഹാളിലേക്ക് വരുത്തി രാത്രിയിൽ പ്രത്യേക ഡ്യൂട്ടി, അവൾ ആരുമില്ലാത്ത സമയത്ത് അവർക്ക് വേണ്ടി പ്രത്യേക ഡ്യൂട്ടി കൊടുത്ത് ഇതൊക്കെ ശ്രദ്ധിക്കണം. ആ കുട്ടിയെ ഒറ്റപ്പെടുത്തി അന്ന് രാത്രി കൊലപ്പെടുത്തി. ഇതൊരാളല്ല, ഇതിൽ പലരും കൂട്ടത്തിലുണ്ട്. നമ്മൾ കണ്ടു മെഡിക്കൽ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴേ മിനിമം ഏറ്റവും കുറഞ്ഞത് 3 പേരെങ്കിലും ആ കുട്ടിയെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാവുന്നത്, ഒരാളല്ല. CBIക്ക് കേസ് കൈമാറിയ ഉടൻ തന്നെ ആ നടന്ന സ്ഥലം അടിച്ചുപൊളിച്ചു. അതായത് ഒരു തെളിവും അവിടെ അവശേഷിക്കരുത്. CBIക്ക് കോടതി നിർദ്ദേശിച്ച് അന്ന് കേസ് പറയുക, ആ രാത്രി തന്നെ ആ സ്ഥലം, ആ സെമിനാർ ഹാള് പൊളിച്ചു. എന്താണ് അവിടെ ഒരു തെളിവും അവശേഷിപ്പിക്കരുത്. ഇന്നലെ നടന്ന സംഭവത്തിലും അത് തന്നെയല്ലേ? ആളുകളെ കൊണ്ടുവന്നിട്ട് അവിടെ പ്രതിഷേധം, വളരെ ശക്തമായിട്ട് പ്രതിഷേധം നടത്തും. പോലീസിന്റെ ക്യാമ്പ് തൊട്ടടുത്തുണ്ട്, അവിടെ ഔട്ട് പോസ്റ്റ് ഉണ്ട്, അത് എല്ലാ ഹോസ്പിറ്റലും ഉണ്ട്. പക്ഷെ അവരൊക്കെ ഓടി രക്ഷപ്പെടി. ഇവർ വന്ന് കണ്ടുകൊണ്ട് ഓടി നഴ്സന്മാരുടെ ക്വാർട്ടേഴ്സിലേക്കാണ് പോലീസ് പോയത്. അവിടെ ചെന്ന് അവരുടെ ബാത്റൂമിലും കുളിമുറിയിലൊക്കെ കയറി അവരുടെ ജീവൻ രക്ഷിക്കാനാണ് നോക്കിയത്. ജീവൻ രക്ഷിക്കാനല്ല, ഇവരെ സംരക്ഷിക്കാൻ. ജീവൻ രക്ഷിക്കാന്ന് പറയുന്നില്ല, കാരണം ഇവർക്കൊരു സംരക്ഷണം. ഞങ്ങൾക്ക് ആക്രമിക്കാൻ വന്നു എന്ന് വരുത്തി തീർത്തി അക്രമികൾക്ക് തുറന്ന് എന്തും ചെയ്യാനുള്ള ഒരു അവസരം പോലീസ് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇന്ന് രാവിലെ പോലീസ് കമ്മീഷണർ ഇത് നടന്നു അവിടെ നിന്ന് നടത്തിയൊരു പത്രസമ്മേളനമുണ്ട്. പത്രസമ്മേളനത്തിൽ പത്രക്കാരോട് കൂടിയപ്പോൾ പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, എനിക്കിത് കണ്ടിട്ട് ചങ്ക് പൊട്ടുന്നു. എന്റെ സേനയാണോ ഇത് നടത്തിയത്, എന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണോ ഇത് നടത്തിയത് എന്നുള്ളതിലേക്ക് ഞാൻ അങ്ങേയറ്റം ലജ്ജാവനാണെന്ന് പറയും. പക്ഷേ അതിനുശേഷം അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം പിന്നെ അതൊന്നും പറഞ്ഞതോ ആവർത്തിക്കാനോ, നിയമപരമായിട്ട് കാര്യങ്ങൾ നടക്കും, കുറ്റവാളികളെ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് സാധാരണ പദവിയിലേക്ക് പോയി. രാവിലെ സംസാരിച്ച പോലീസ് കമ്മീഷണർ അല്ല 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ രംഗത്ത് വന്നു. അപ്പൊ അതിന്റെ പക്ഷേ മുകളിൽ നിന്ന് സമ്മതം ഉണ്ടാവും. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ സുസ്മേഷ് ചന്ദ്രോത്ത്, ഇപ്പോൾ പശ്ചിമ ബംഗാളിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ വയലൻസ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. ഇത് അതിനൊക്കെ അപ്പുറം പോകുന്ന ഒരു സമാന്തര സംവിധാനത്തിലേക്ക്, ഇപ്പോൾ ഇവിടെ ഈ ആർജിക്കർ ഹോസ്പിറ്റൽ ഭരിക്കുന്നത് ഒരു സമാന്തര സംവിധാനമാണ്. അങ്ങനെ സമാന്തര സംവിധാനങ്ങൾ എല്ലായിടത്തും ഔദ്യോഗിക സംവിധാനങ്ങളെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞോ? ഇവിടെ ഇപ്പോ നമുക്കൊരു കാര്യം നോക്കാം. അതായത് ഇതൊരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ട് സംഭവിച്ച ഒരു ക്രൈമോ ആണെന്ന് കരുതുക. അങ്ങനെയാണ് എങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം ഈ ക്രൈം അദ്ദേഹത്തിന്റെ കണക്ഷൻ നഷ്ടപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം അടുത്ത 1-2 മിനിറ്റിനുള്ളിൽ. അതിനു മുൻപ് ഇവിടെ ഡോക്ടർ ഉണ്ണി നേരത്തെ പൊതുവായി ഡോക്ടർമാരുടെ കാര്യം സൂചിപ്പിച്ചു. ഈ കൊല്ലപ്പെട്ട ഡോക്ടർ 36 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിരുന്നു. 36 മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് പുലർച്ചെ 2 മണിക്കാണ് ഈ സെമിനാർ ഹാളിലേക്ക് വിശ്രമത്തിനായി പോകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടേറിയ ഒരു തൊഴിൽ സാഹചര്യം PG ഡോക്ടർമാർ, റെസിഡന്റുമാർ അനുഭവിക്കുന്നുണ്ട് എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ NMCയുടെ തന്നെ കണക്കനുസരിച്ച് കഴിഞ്ഞ 5 വർഷം കൊണ്ട് 1117 PG സ്റ്റുഡൻസ് ആണ് ഡ്രോപ്പ് ഔട്ട് ആയത് മെഡിക്കൽ കോളേജുകളിൽ നിന്ന്, പഠനം അവസാനിപ്പിച്ചത്. കാരണം മണിക്കൂറുകൾ നീളുന്ന ഭക്ഷണമോ വിശ്രമത്തിന് സാഹചര്യമോ ഒന്നുമില്ലാത്ത, ഇപ്പോൾ ഡ്യൂട്ടി റൂമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ സെമിനാർ ഹാളിൽ പോയി ഒരു അല്പസമയം ഉറങ്ങാമെന്ന് വെച്ചിട്ടായിരിക്കും ഈ പെൺകുട്ടി, ഈ ഡോക്ടർ അവിടേക്ക് പോയിട്ടുണ്ടാവുക. അപ്പോൾ എത്ര ശോചനീയമായ അവസ്ഥയിലാണ് ഈ ഭാവിയിൽ
വലിയ ഈ പറഞ്ഞ സ്ഥാപനങ്ങളെയൊക്കെ നയിക്കേണ്ട ഡോക്ടർമാരുടെ PG കാലം അല്ലെങ്കിൽ അവരുടെ ഹൗസ് സർജൻസി കാലം എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണോ ഈ സംഭവം? തീർച്ചയായിട്ടും അതെ. വളരെ ശോചനീയമായ സാഹചര്യത്തിലൂടെയാണ് രാജ്യവ്യാപകമായ റെസിഡന്റ് ഡോക്ടർമാരുടെ ഒരു നില ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഒരു ഡോക്ടർ വന്ദന ദാസ് ഒരു ഇര വേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. ആ ഒരു ഇര വേണ്ടി വന്നു. അതിനപ്പുറം ഒരു വർഷത്തിന് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആണ് എന്നുള്ള സത്യം ഞങ്ങൾ അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും. പക്ഷേ അപ്പോഴും അവിടെ വേക്കൻസീസ് ഇൻഅഡീക്വേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോഴും പൂർണ്ണമായിട്ടും സെക്യൂരിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പൂർണ്ണമായും CCTV ക്യാമറ കവറേജുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഡ്യൂട്ടി റൂമുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല. പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വന്ന ഇമ്പ്രൂവ്മെൻറ്റുകൾ ഒരിക്കലും ഞങ്ങൾ കണ്ണടയ്ക്കുന്നില്ല അതിനോട്. അതോടൊപ്പം തന്നെ ഒരു പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൃത്യമായ ഒരു ഓർഡിനൻസ് പാസ്സാക്കാൻ കേരളത്തിൽ സാധിച്ചു. അത് നമ്മൾ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല. ഈ കേന്ദ്രത്തിൽ നമ്മളൊരു സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ടിന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇതിന് മുഖം തിരിച്ചു നിൽക്കുന്നു എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. 2020 അതൊരു എപ്പിഡമിക് ഡിസീസ് ആക്ട് അതിനോട് യോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു നമ്മുടെ ഒരു സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ടിനെ ഗവൺമെൻറ് കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചത്. അതിന് 2022 വരുമ്പോൾ ഒരു കമ്മിറ്റി ഫോം ചെയ്ത് അതിന് കൃത്യമായ ചർച്ചകളൊക്കെ നടന്നു വരുമ്പോഴും അതിൻ്റെ ഏറ്റവും അവസാനം അത് ടേബിളിൽ എത്തുന്നതിന് മുൻപ് അന്നത്തെ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററായിരുന്ന മൻസുഖ് മാണ്ഡവ്യ പറയപ്പെടുന്നത് ഒരു പ്രത്യേക ലെജിസ്ലേച്ചർ മെഡിക്കൽ പ്രൊഫഷൻ ആവശ്യമില്ല, അത് ഒരു സാധാ പീനൽ കോഡിൻ്റെ ഭാഗമായി വന്നു നിന്നാൽ മാത്രം മതി എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുന്നത്? ഇത്രയധികം അക്രമങ്ങൾ ഹോസ്പിറ്റൽ, അതൊരു പൊതുജനവുമായി ഡയറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഈ 8 മണിക്ക് ശേഷമൊക്കെ ഉള്ള ഒരു കാഷ്വാലിറ്റിയിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മദ്യപിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്നിനും ഒക്കെ അടിമയായിട്ടുള്ള ആളുകൾ അത്രയേറെ ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റികളിലും OPകളിലും ഒക്കെ വന്ന് കയറുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിന് കൃത്യമായ ഒരു നിയമങ്ങളില്ലാത്തത് വളരെയധികം ശോചനീയമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു കൃത്യമായ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരിക എന്നുള്ളത് ഈ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്നും പിന്മാറാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല. യെസ്, ഡോക്ടർ മാലു മുരളി, ഇവിടെ ഇപ്പോൾ ഒരു ദാരുണമായ സംഭവം ഉണ്ടായപ്പോൾ സമൂഹമാകെ ഇടപെട്ടു. അല്ലെങ്കിൽ ഇത് ഡോക്ടർമാരുടെ മാത്രം പ്രശ്നം എന്നുള്ള നിലയിലേക്കാണ്. ഇവിടെ ഇപ്പോൾ കൊലപാതകം, വന്ദന ദാസിന്റെ കൊലപാതകം, അതുപോലെ തന്നെ ഈ ഡോക്ടറുടെ കൊലപാതകം ഒക്കെ കൊലപാതകമാണ്. അതല്ലാതെ ആത്മഹത്യകൾ ഇപ്പോൾ പായൽ സലീം തഡ്വിയും മുംബൈയിൽ അദ്ദേഹം ഈ ഇതുപോലെ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിവേഷ് ഗാർഗ് ഡെറാഡൂണിൽ, അപ്പോൾ ഇവരൊക്കെ പല ഇതുപോലെയുള്ള ശോചനീയമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി അത് താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പോൾ ഒരാൾ ഉപരിപഠനം കഴിഞ്ഞ് MBBS കഴിഞ്ഞ് പിന്നീട് അടുത്ത PGയും കംപ്ലീറ്റ് ചെയ്ത് ഒരു പൂർണ്ണമായി പ്രൊഫഷനിലേക്ക് ഇറങ്ങുന്ന ആ സമയമുണ്ടല്ലോ, അതുവരെയുള്ള സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്ത് ഒരുപാട് മെന്റൽ ഫിസിക്കൽ ട്രോമകളിലൂടെ കടന്നു പോകണമെന്ന് പറയുന്ന അവസ്ഥ ആർക്കും ഗുണകരമല്ലല്ലോ. അത് കേരളത്തിന് പുറത്ത് കുറെ കൂടി കൂടുതലാണെന്നാണോ? എന്താണ് താങ്കളുടെ ഒരു ബോധ്യം? എനിക്ക് എൻ്റെ ഒരു ഭാഗ്യക്കേടിന് എനിക്ക് കേരളത്തിലല്ല കിട്ടിയിരുന്ന സീറ്റ്, എനിക്കിപ്പം ബോംബെയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഫിസിക്കലി മെൻ്റലി ഭയങ്കരമായ ഒരു ഹറാസ്മെൻറ്റിലൂടെ തന്നെയാണ് നമ്മളിതിൽ കടന്നു പോകുന്നത്. ഒരു PG കോഴ്സ്, അപ്പം ഞാൻ ആലോചിക്കും ഈ PG കോഴ്സൊക്കെയാണോ വലുത്? കുറച്ച് മെൻ്റലി പീസ്ഫുള്ളായിട്ട് ഇരുന്നാൽ മതി എന്ന് ചിലപ്പോൾ ആലോചിച്ച് പോകാറുണ്ട്. ഇതൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടാണ്. മഹാരാഷ്ട്രയിൽ തന്നെ കഴിഞ്ഞ 5 വർഷത്തിനിടെ 85 പേരാണ് കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് പോയത്. പക്ഷേ NMC ഇപ്പം പലരും കോഴ്സ് ഡ്രോപ്പ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് അവർക്ക് നമ്മൾ പേ ചെയ്യേണ്ടി വരും നമ്മൾ കോഴ്സ് ഡ്രോപ്പ് ബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇതൊക്കെ ഓർത്താണ് പലരും അവിടെ സഹിച്ച് നമ്മൾ നിൽക്കുന്നത്. മെൻ്റലി അവേഴ്സോളമാണ് നമ്മുടെ ഡ്യൂട്ടികൾ വരുന്നത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഒരു പ്രോപ്പർ റൂമില്ല. ഈവൻ ഞാൻ ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് കിടക്കുന്ന ബെഡിൻ്റെ സൈഡിലാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നത്. നമുക്ക് കിടന്നുറങ്ങാനൊരു റൂമില്ല, രാവിലെ എണീച്ചൊന്ന് ഫ്രഷ് ആവാനായിട്ടുള്ളൊരു റൂമില്ല, ഒന്നും ഒരു പ്രോപ്പറായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. ബോംബെയിലൊക്കെ അതേ അവസ്ഥകൾ തന്നെയാണ്, മിക്കവാറും ഉള്ളിടത്തും അതേ അവസ്ഥകളൊക്കെ തന്നെയാണ്. അവേഴ്സായിട്ടുള്ള ഡ്യൂട്ടി, നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വരാൻ പറ്റാത്തിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മെൻ്റൽ ഫിസിക്കൽ ട്രോമ ഭയങ്കരമാണ്. അത് നമ്മൾ അത് PG ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാവത്തുള്ളൂ. അത് ഭയങ്കരമായ ഒരു ട്രോമയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 3 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഒരു സീനിയർ റെസിഡൻഷിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വർഷത്തെ ഒരു ഇതുകൊണ്ടുണ്ട്. അതുകൂടെ കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ ഗവൺമെൻറ് സെക്ടറിലുള്ളവർ പ്രോപ്പറായിട്ട് പാസ് ഔട്ട് ആയി എന്ന് വേണമെന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വിട്ട് കിട്ടുന്നത്. ശരിക്കും ഇതൊക്കെ NMC ഒന്ന് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഈ SRship നിർബന്ധമാണ്, അല്ലെങ്കിൽ ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടോ, ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള NMC പറയുന്നുണ്ട് റൂൾസ്, അവർക്ക് ഇത്ര അവേഴ്സ് ഡ്യൂട്ടി കൊടുക്കാവൂ, അല്ലെങ്കിൽ പെർ ഇയർ ഇത്ര CL ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഇതൊന്നും നമുക്ക് അനുവദിച്ച് കിട്ടാറേ ഇല്ല. നമ്മൾ ലീവ് ചോദിക്കുമ്പം നമുക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ 24/7 എന്നാണ് പറയുന്നത്. അതൊക്കെ ഇതൊക്കെ മാറേണ്ട കാലമായിരിക്കുന്നു.
തീർച്ചയായും അത് ഡോക്ടർ സോയ ജോസഫ്, താങ്കൾക്ക് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളൊരു പ്രശ്നം കൂടി കാണണം. ഇപ്പോൾ 36 മണിക്കൂർ സമയം നിരന്തരമായി ഡ്യൂട്ടി ചെയ്തിട്ട് ഒരു ഡോക്ടർ അല്പസമയം, മനുഷ്യരല്ലേ, റെസ്റ്റ് ചെയ്യണമല്ലോ, അവിടെ റെസ്റ്റ് ചെയ്യാൻ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ സെമിനാർ ഹാളുണ്ട്, സെമിനാർ ഹാളിൽ പോയി കിടക്കുമ്പോഴാണ് ഈ അതിനിഷ്ഠൂരമായ കുറ്റകൃത്യത്തിന് ഇരയായത്. NMCയുടെ കണക്കനുസരിച്ച് തന്നെ, ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞു, 1117 ഡ്രോപ്പ് ഔട്ട്. നോക്കൂ, ആകെ PG ചെയ്യുന്ന ആളുകളുടെ എണ്ണവും ഈ പറഞ്ഞ ഡ്രോപ്പ് ഔട്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്കത് എത്ര കൂടുതലാണ് എന്ന് മനസ്സിലാക്കുന്നത്. 1117 PG സ്റ്റുഡൻസിൻ്റെ ഡ്രോപ്പ് ഔട്ട് ഉണ്ടായിരിക്കുന്നു ഈ രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെയെന്ന് NMCക്ക് തന്നെ ബോധ്യമുണ്ട്. അപ്പോൾ അത്രയും മോശമാണ് സാഹചര്യം. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു സ്ത്രീ നേരിട്ട കഠോരമായ കുറ്റകൃത്യം ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ വിഷയവും പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായും അത് കുറെ കൂടെ കാര്യമായി തന്നെ അത് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം 36 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അവരെത്രത്തോളം ഫിസിക്കലി വീക്കായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ആ ഒരു അക്രമത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് മുകളിൽ ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ വയലൻസിനെ ഒരു തരയ്ക്കും അവർക്കതിനെ പ്രതിരോധിക്കാനുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ശക്തിയില്ലായ്മ തീർച്ചയായും 36 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്കുണ്ടാവും. സ്ത്രീക്കല്ല, ഏത് മനുഷ്യനും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണല്ലോ തീർച്ചയായും അത്തരത്തിലുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാവേണ്ടത്. നമുക്ക് ആരോഗ്യകരമായി നമ്മുടെ തലയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ശരീരത്തിനും എത്രത്തോളം എനർജറ്റിക്കായി ആക്റ്റീവായി ജോലി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി അതിൻ്റെ കണക്കുകളും നിയമങ്ങളും വേണ്ടതുണ്ട്. ഈ പറയുന്നത് പോലെ IMAയുടെ ഒരു കണക്ക് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു കണക്ക് വായിക്കുമ്പോൾ 82% ഡോക്ടർമാരും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അവരുടെ പ്രൊഫഷണൽ രംഗത്ത് എന്നാണ് പറയുന്നത്. അതിൽ 64% ആളുകൾ അവർ വയലൻസിനെ പേടിച്ചാണ് അവരുടെ തൊഴിലിന് വേണ്ടി അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ആ സ്ട്രെസ്സിലെ പകുതി ആളുകളും ചിന്തിക്കുന്നത് തങ്ങൾക്ക് വയലൻസ് തങ്ങൾക്ക് നേരെ ഉണ്ടാകുമെന്നുള്ള സ്ട്രെസ്സിൽ ഒരു ജോലി ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നാം ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കേണ്ട ആളുകളാണ്. എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് പറയേണ്ട ആളുകളാണ്. അവരെ സംരക്ഷിക്കാൻ പോലും ഈ രാജ്യത്തിന് നിയമമില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനമില്ലെങ്കിൽ, അതിനപ്പുറത്തേക്ക് മാനുഷിക ബോധ്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് സംസാരിക്കേണ്ടത് എന്നറിയാതെ പോകും. അപ്പോൾ അത്തരത്തിൽ ഈ ഡ്രോപ്പ് ഔട്ട്സിന്റെ കാര്യങ്ങൾ പോലും നമുക്കറിയാം. ഒരു MBBSന് ഒരു സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതിനപ്പുറത്തേക്ക് അത് കഴിഞ്ഞ് അതിൻ്റെ PG പഠിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരാൾ അവരെടുക്കുന്ന എത്രത്തോളം കഠിനമായിട്ടുള്ള ഒരു പഠനത്തിലൂടെ കടന്നുപോയിട്ടാണ് അതിലൊരു സീറ്റ് നേടാൻ അവർ ശ്രമിക്കുന്നത്. ഇപ്പം നമുക്ക് മുൻപേ സംസാരിച്ച ഡോക്ടർ മാലു തന്നെ പറയുകയുണ്ടായി, എങ്ങനെയെങ്കിലും ഇത് നിർത്തിപ്പോകണമെന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്ന സിസ്റ്റമാണ് ഇവിടെ നിൽക്കുന്നത്. അത് ആ സാമൂഹ്യമായിട്ടുള്ള അവസ്ഥകളാവട്ടെ, അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ തലങ്ങളിൽ നിന്നുള്ള സംവിധാനങ്ങളാവട്ടെ, 5 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സാമൂഹ്യമായിട്ടുള്ള സുരക്ഷയില്ലായ്മയാവട്ടെ, ഇതൊക്കെ ഇവരെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നതാണ്. അപ്പോൾ തീർച്ചയായും അത്തരം പ്രശ്നങ്ങളെ ത്വരിതപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതിലൊരു മാറ്റം വേണം, അതിലൊരു റീതിങ്കിങ് വളരെ ആവശ്യമാണ്. ഇപ്പം ഇന്ന് നമ്മളിത് ചർച്ച ചെയ്തു, നമ്മളിന്ന് കൊൽക്കത്ത ചർച്ച ചെയ്തു. അന്ന് വന്ദനാദാസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്ദനാദാസിന്റെ മരണവും നമ്മൾ തുടർച്ചയായി ചർച്ച ചെയ്തു. കാരണം കേരളത്തിൽ സംഭവിച്ചതായതുകൊണ്ട്. അതിനുശേഷം ഒരു ഓർഡിനൻസ് വന്നു എന്നുള്ളത് കാര്യം തന്നെയാണ്. അതിനുശേഷം ഈ ഇന്ത്യ ഒട്ടാകെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അവർക്കെതിരെയുള്ള അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻസിനെതിരെയുള്ള ക്രൈംസ് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള വളരെ പ്രായോഗികമായ ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ആവശ്യമുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്, അവിതർക്കിതമാണ്. ശ്രീ ഗോപി, നമ്മൾ നിർഭയ സംഭവത്തെ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അതേ തുടർന്നാണ് JS വർമ്മ കമ്മീഷൻ വരുന്നത്, അതേ തുടർന്നാണ് ക്രിമിനൽ നിയമ ഭേദഗതി വരുന്നത്. ലൈംഗിക അതിക്രമങ്ങൾ സംബന്ധിച്ച് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് പോലും പരിഷ്കരണം ഉണ്ടാവുന്ന വിധത്തിൽ, ക്രിമിനൽ നിയമ ഭേദഗതി ഉണ്ടാവുന്ന തരത്തിൽ ആ പ്രക്ഷോഭം അത് മാറ്റി തീർത്തു. ആ സമയത്തും ഇതുപോലെ ആദ്യം സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന്, ഡൽഹി സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു റെസിസ്റ്റൻസ് ആണ് ഉണ്ടായിരുന്നത്. അന്നത്തെ ഷീലാ ദീക്ഷിതിന്റെ നടപടികൾ വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തതാണ്. സമാനമായ വിധത്തിൽ ഈ പ്രക്ഷോഭം മുന്നോട്ട് പോകുന്ന താങ്കൾ ഇന്നലത്തെ സമരം കാണുമ്പോൾ തോന്നുന്നുണ്ടോ ആ അർത്ഥത്തിൽ കുറെ കൂടി വിപുലമായ തലത്തിലേക്ക് പശ്ചിമ ബംഗാളിലുള്ള ഈ രോഷം വളരാനുള്ള സാധ്യതയുണ്ടോ? ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പ്രക്ഷോഭണം ഉടനെ കെട്ടടങ്ങുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിൽ പ്രക്ഷോഭണകാരികൾ, അവിടുത്തെ ഡോക്ടർമാരും മറ്റുള്ള ഈ ജീവനക്കാരും എല്ലാം, ഹോസ്പിറ്റൽ ജീവനക്കാരും എല്ലാം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി തന്നെ രാജിവെച്ച് പോകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അത് പക്ഷെ ഉടനെ ഉണ്ടാവും തോന്നുന്നില്ല എന്തായാലും. പക്ഷെ ഇതിന് ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചമാരിന് മുമ്പൊക്കെ ഡോക്ടർക്ക് നേരെ അക്രമങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ അത് പല കാരണങ്ങളും വ്യത്യസ്ത രീതിയിലായിട്ടുണ്ട്.
ഇതുപോലെ ബലാത്സംഗങ്ങളും ഇതൊക്കെ നിരവധി, ഇപ്പൊ അഭയ കേസ് മാത്രമല്ല, രാജ്യത്ത് എത്രയോ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ചർച്ച ചെയ്ത് തൽക്കാലം ചർച്ച ചെയ്ത് ഗവൺമെന്റ് മാറും, ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാവരും മറക്കുന്നു. ഇതുപോലുള്ള ചർച്ച ഇപ്പൊ ഒരു 2-3 അതുപോലല്ല ഇതെന്ന് പറഞ്ഞാൽ ബംഗാളിന്റെ പൊതുവിലൊരു വികാരമാണ്. പൊതുവിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു ഹോസ്പിറ്റൽ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സംഭവമല്ല ഇത്. മിക്കവാറും 13 മെഡിക്കൽ കോളേജുകളുണ്ട് ഗവൺമെന്റ് തലത്തില്. ആ 13 മെഡിക്കൽ കോളേജിലും കാണുന്ന ഒരു സ്ഥിതിയാണ് അരാജകത്വം. അവിടുത്തെ ഈ ഇതുപോലെ വാളണ്ടിയർമാരും പിന്നെ രാഷ്ട്രീയമായിട്ട് നിയമിക്കപ്പെട്ട അനേകം ആളുകളുണ്ട് അവിടെ. അവരുടെയൊക്കെ ഭരണമാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. അവിടെ പ്രിൻസിപ്പൽമാർക്കോ സീനിയർ ഡോക്ടേഴ്സിനോ വിദ്യാർത്ഥികൾക്കോ ജൂനിയർ ഡോക്ടേഴ്സോ ഒന്നും ഒരു സേവയുമില്ല. അവരാണ് അവിടെ കാര്യങ്ങൾ സാധിക്കുന്നത്. ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് PG. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് PG. ഞങ്ങളൊക്കെ അവിടെ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നേരിട്ട് കാണുന്ന കാഴ്ചകള് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞാൻ തന്നെ നേരിട്ട് പലപ്പോഴും എമർജൻസി രോഗികളെയും കൊണ്ട് അവിടെ പോയിട്ടുള്ളപ്പോൾ അഡ്മിറ്റ്മെന്റ് നെട്ടോടെ അവിടെ ഉണ്ട്. സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അത് കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു ഭാഗം. അത് തന്നെയാണ് ഈ ആർക്കെങ്കിലും നടക്കുന്നത്. ഇതിനെതിരെ അവിടുത്തെ ആളുകളെ, ഈ കുട്ടി ഉൾപ്പെടെ, മരിച്ച കുട്ടി ഉൾപ്പെടെ, ഡോക്ടർ ഉൾപ്പെടെ ശക്തമായിട്ട് രംഗത്ത് വന്നപ്പോഴേ ആ ഒരു വിഭാഗത്തെ ഒതുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ കൊല നടന്നത്. ഇതിന്റെ മനഃപൂർവ്വം ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ കെട്ടിയുണ്ടാക്കിയ ഒരു കഥയാണ്, ഒരു സംഭവമാണ്. ഇതിനുവേണ്ടി ഒരു അവസരം സൃഷ്ടിച്ചെടുക്കുമായിരുന്നവര്. അതിനെ ആദ്യം ആത്മഹത്യയാണെന്ന് പറഞ്ഞു, സുഖമില്ല എന്ന് പറഞ്ഞു, മറ്റു പല കാരണങ്ങൾ പറഞ്ഞു. അതിൽ പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ കൂട്ടിയെന്നൊരു FIR പോലും എഴുതാൻ പ്രിൻസിപ്പളിന്റെ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അപ്പൊ എത്രത്തോളം ഭരണ സ്വാധീനം അല്ലെങ്കിൽ ഈ ഭരണകക്ഷികളുടെ പങ്കാളിത്തം ഈ ഇങ്ങനെയുള്ള കാഴ്ചകളിലുണ്ട്. അത് നിലയ്ക്കുന്നിടത്തോളം കാലം, അത് മാറാത്തോളം കാലം. ഇപ്പൊ മുഖ്യമന്ത്രി മമത തന്നെ വൈകുന്നേരം ഇതുവരെ പറഞ്ഞ സ്വരമല്ല പറയുന്നത്. ഗവർണറുടെ സ്വാതന്ത്ര്യദിന പരിപാടിയിലെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതിനു ശേഷം പുറത്തു വന്നത് രാഷ്ട്രീയമായിട്ട് എന്നെ താഴെ ഇറക്കാനുള്ള മറ്റുള്ളവര് ഇതുവരെ രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല. ഇപ്പൊ ഇടതും BJP എല്ലാം കൂടെ ചേർന്ന് എന്നെ താഴെ ഇറക്കാനുള്ള ഒരു തന്ത്രമാണ് ഇതെന്നാ പറഞ്ഞത്. അപ്പൊ അതൊരു വേറെ രീതിയിലേക്ക് തിരിച്ചുവിട്ട് ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഇന്നലെ കണ്ട ഒരു കാര്യം, ബംഗാളിൽ അടുത്ത കാലത്തൊന്നും കാണാത്തവരെ വലിയ ഒരു ജനമുന്നേറ്റമുണ്ട്. അവിടെയാണ് ശ്രീ സുസ്മേഷ് ചന്ദ്രോത്ത് ഇതേക്കുറിച്ച് ചോദ്യം വരുമ്പോൾ നോക്കൂ, ഇങ്ങനൊരു സംഭവം നടന്നു, ദൗർഭാഗ്യകരമായ സംഭവം. പക്ഷേ ആ സംഭവം കഴിഞ്ഞ് ഈ മെഡിക്കൽ കോളേജ് ഈ PG ഡോക്ടറുടെ വീട്ടുകാരെ ഈ വിവരം അറിയിച്ചില്ല. പോലീസ് ആദ്യം കേസെടുത്തിട്ടുള്ളത് അസ്വാഭാവിക മരണത്തിനാണ്. അവിടെ റേപ്പ്, മർഡർ അത് വളരെ വ്യക്തമായിട്ടും പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ആശുപത്രി അതിൻ്റെ പ്രിൻസിപ്പൾ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് പോലും നൽകിയില്ല. ആ പ്രിൻസിപ്പൾ രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിന് പ്ലം പോസ്റ്റിൽ മണിക്കൂറുകൾക്കകം നിയമനം കൊടുക്കപ്പെടുന്നു. അതിനുശേഷം ഈ ഏറ്റവും ഒടുവിൽ 5 ദിവസം അന്വേഷണം എവിടെയും എത്താതെ ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് കോടതി ഇടപെടുകയും CBI വരികയും ഒക്കെ ചെയ്യുന്നത്. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ സംവിധാനം അങ്ങനെ ആയി പോകുന്നതാണോ? അവിടുത്തെ വ്യവസ്ഥാപിതമായ സംവിധാനം ഇങ്ങനെയായി മാറുന്നതാണ്? നമുക്ക് ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കാം. ഇതൊരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ട് സംഭവിച്ച ഒരു ക്രൈമോ ആണെന്ന് വിചാരിക്കുക. മണിക്കൂറുകൾക്ക് ശേഷം ഈ ക്രൈം സീൻ കാണുന്ന ആളുകൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നടക്കേണ്ടത് എന്താണ്? ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, അതുമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് വളരെ വേഗം പോലീസിൽ അറിയിക്കുന്നു. പോലീസ് സ്ഥലത്തെത്തുകയും വളരെ സത്വരമായിട്ട് മറ്റു നടപടികൾ സ്വീകരിച്ച് പ്രതികളെ കണ്ടുപിടിക്കുന്നുള്ള നീക്കം നടത്തുകയും പ്രതികളെ കണ്ടുപിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നടക്കേണ്ടത്. ഇന്നത്തെ ഗതിയിൽ ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ പ്രതിയെ കണ്ടുപിടിക്കുന്നതിന് മണിക്കൂറുകൾ പോലും പോലീസിന് ആവശ്യമില്ല. അത്രത്തോളം നമ്മുടെ പോലീസ് സേന വളരെയധികം മികവ് നേടിയിട്ടുണ്ട്. പക്ഷെ ഇത് സംഭവിക്കാതെ പോകുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഈ ക്രൈം സീൻ കാണുന്ന ആൾ അവിടെ മുതൽ, അതെപ്പോഴാണോ സംഭവിക്കുന്നത് അവിടെ മുതൽ ഇതിൽ നടക്കുന്ന ഇടപെടലുകൾ മൂലമാണ് പലപ്പോഴും ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നതോ പ്രതികളിലേക്ക് എത്താതെ പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് സർക്കാരിന്റെ കീഴിൽ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു കാര്യമാകുമ്പോൾ എന്തുകൊണ്ട് ഈ മരണം മറച്ചു വെക്കപ്പെടണം? ഈ സ്ഥാപനവുമായിട്ടോ ഭരണകൂടവുമായിട്ടോ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങളുമായിട്ടോ ബന്ധമില്ലാത്ത ആളുകളാണ് പ്രതികളെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു താമസമോ മറ്റു കാര്യങ്ങളോ വരേണ്ടത്? അപ്പൊ അവിടെ മുതൽ ആരംഭിക്കുന്ന ഇതിനകത്തുള്ള കെടുകാര്യസ്ഥത, ഇഴച്ചിൽ, മറച്ചുവെക്കൽ, മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇത് താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ ഇതിന് ബന്ധമുണ്ടെന്നുള്ളതാണ്. അത് പല തരത്തിലുള്ള വിഷയങ്ങൾ ഇതിനകത്തേക്ക് വരുന്നുണ്ടാവാം. എന്തായാലും ആ വിഷയത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരാളെ നിശബ്ദരാക്കിക്കൊണ്ട് ഈ മട്ടിൽ രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് മുഴുവൻ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ഇനി ആരെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അവരെ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഈ കൊലപാതകത്തിന്റെ പുറകിലുണ്ട്. അല്ലെങ്കിൽ എത്രത്തോളം നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടക്കില്ല. വളരെ മണിക്കൂറുകൾ എടുത്ത് നടത്തിയ ഈ ആക്രമണം, ഓട്ടോപ്സി റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും അതിന്റെ ഭയാനകത.
ഒരു തരിയെങ്കിലും മനുഷ്യത്വം അവശേഷിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് നെഞ്ചുപൊട്ടി പോകുന്ന വിഷമത്തോടു കൂടി അല്ലാത്തത് വായിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു നിഷ്ഠൂരമായ മരണം ഇത്രത്തോളം ദിവസങ്ങളോളം മറച്ചു വെക്കപ്പെടുകയോ വലിച്ചിഴക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റിന്റെ ഭരണ സംവിധാനം ആകെ അത് അക്രമികൾക്ക് കീഴടങ്ങി കഴിഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ച കാര്യമല്ല. തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണത്തിന്റെ 3-ാം വർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10-15 വർഷത്തോളമായി സമാഹരിച്ചെടുത്ത ശക്തി അല്ലെങ്കിൽ സമൂഹത്തിനെ തങ്ങൾക്ക് വേണ്ടുന്ന വിധത്തിൽ വരുതിയിലാക്കുന്നതിനായിട്ട് അവര് കരുതി കൂട്ടി ഇത്ര വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ശക്തിയുടെ പ്രതിഫലനമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് രാഷ്ട്രീയമാണ്. വരും വർഷങ്ങളിൽ ഞങ്ങൾക്കെതിരെ നിങ്ങൾ ആരെങ്കിലും തിരിയാൻ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ ഇതായിരിക്കും മറുപടി എന്നുള്ള ശക്തമായ സൂചനയാണ് അത്. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ വിജയങ്ങൾ ജനങ്ങൾ സന്തോഷത്തോടു കൂടി എടുത്തു കൊടുത്താണെന്ന് ഞാൻ കരുതുന്നില്ല. സ്ത്രീകൾക്ക് ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയും അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുകയും കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതുകൊണ്ടൊന്നും മാത്രമല്ല. കാരണം കഴിഞ്ഞ 2 ഭരണത്തിന് ശേഷം അത്രയധികം അമർഷം ഈ സംസ്ഥാനത്തുടനീളം കൊടികുത്തി വാഴുന്ന കെടുകാര്യസ്ഥത, അഴിമതി, അക്രമം, പലതരത്തിലുള്ള ജനങ്ങൾക്കുള്ള പൊറുതിയില്ലായ്മ, ഈ വിഷയങ്ങളിലെല്ലാം ജനങ്ങൾ അസ്വസ്ഥരാണ്. പക്ഷേ ധൈര്യസമേതം തെരഞ്ഞെടുപ്പുകളിൽ ചെന്ന് തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നുള്ള ഒരു ഭരണ സാഹചര്യം നിലവിലില്ല. ആ ഭയത്തിന്റെ തുടർച്ചയായിട്ട് സംഭവിക്കുന്ന വിജയങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഈ പ്രതികരണത്തിന്റെ ഭാഗമായി തെരുവിലിറങ്ങുന്ന ജനങ്ങൾ ഒന്നടങ്കം സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുക. അപ്പൊ സർക്കാരിനെതിരെ തിരിഞ്ഞത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 10-15 വർഷത്തോളമായി പല പല കാരണങ്ങൾ കൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയങ്ങളുടെ ഏറ്റവും അങ്ങേയറ്റത്തേക്ക് എത്തിയിരിക്കുന്നു എന്നും ഇനി പ്രതികരിക്കാതിരുന്നാൽ തങ്ങളുടെ സ്വൈര ജീവിതം, എന്തെങ്കിലും അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളുടെ മാത്രമല്ല, സ്വൈരമായി വീടിനുള്ളിൽ കഴിയുന്ന ആളുകളുടെ പോലും സ്വൈര ജീവിതവും തകർക്കപ്പെടുന്ന രീതിയിലേക്ക് ഒരു ഗുണ്ടാരാജ്യം. തീർച്ചയായും ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരുമ്പോൾ ജനങ്ങൾ ഉണരും എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. അത് പശ്ചിമ ബംഗാളിൽ നടക്കുന്നു എന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. ഒരിടവേള. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അതിനീചമായ അതിക്രൂരമായ സംഭവമാണ് പശ്ചിമ ബംഗാളിലെ RG മെഡിക്കൽ ആശുപത്രിയിൽ നടന്നിട്ടുള്ളത്. അതിനെതിരെ പ്രതിഷേധമുയർത്തുക എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണ്. ബംഗാൾ എന്നുള്ളത് അതിവിദൂരമായ സ്ഥലമല്ല. ബംഗാളും നമ്മളും തമ്മിലുള്ള ദൂരം ഒരുപാടില്ല. അതുകൊണ്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും വരെ, ഈ വ്യവസ്ഥിതി മാറും വരെയുള്ള അതിശക്തമായ പ്രതിഷേധത്തിന് സമൂഹം തയ്യാറാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.